നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജി. കൊരട്ടി പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ക്യാമ്പസ് ആതിഥേയത്വം വഹിക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ആവേശോജ്വലമായി തുടക്കം. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നൈപുണ്യ കോളേജ് വിദ്യാർത്ഥിയും ഇന്റർനാഷണൽ പ്ലെയറുമായ വൈഷ്ണവി എസിന് ബോൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ചാമ്പ്യൻഷിപ്പ് ജനറൽ കൺവീനറുമായ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൈപുണ്യ കോളേജ് പ്രിൻസിപ്പലും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ പോളച്ചൻ കൈത്തോട്ടുങ്കൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ബിജു, കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് എടശ്ശേരി, നൈപുണ്യ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മലയാളിയായ ഇന്ത്യൻ അത്ലറ്റ് ജോസഫ് ജി എബ്രഹാമിനെ ആദരിച്ചു. നൈപുണ്യ കോളേജിലെ നൃത്ത സംഗീത ക്ലബ്ബുകളുടെ പ്രകടനം കൊണ്ട് വർണ്ണാഭമായ ഉദ്ഘാടന വേദി ആസ്വാദകർക്ക് വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 56 യൂണിവേഴ്സിറ്റി ടീമുകളാണ് ഈ കായികമേളയിൽ പങ്കെടുക്കുന്നത്. മെയ് 4 മുതൽ 7 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആതിഥേയരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനൊപ്പം കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ഡൽഹി യൂണിവേഴ്സിറ്റിയും 2ാം സ്ഥാനക്കാരായ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും 3ാം സ്ഥാനക്കാരായ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയും 4 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.